ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഓട്സ് കാരമൽ ക്യാരറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാം. കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായി ഞാനിവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായി 100 ഗ്രാം അളവിലുള്ള ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് അളവിലുള്ള റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓട്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുകയും കൂടി ചെയ്യാം. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ശർക്കര എടുത്താലും മതിയാകും. ഇങ്ങനെ നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു കാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പഞ്ചസാരയെല്ലാം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി 1 നുള്ള് മാത്രം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കിയെടുത്ത കാരമൽ സിറപ്പിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കാരമൽ സിറപ്പിൽ കിടന്ന് ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുമ്പോഴേക്കും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഈ മിക്സ് ഒന്ന് തണുക്കാനായി ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി ഈ മിക്സിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം 1 കപ്പ് അളവിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കറുവപ്പട്ട പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാറ്ററിനുള്ളിലെ എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് 40 മുതൽ 45 മിനിറ്റ് നേരം വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് കാരമൽ കേക്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക്